നമ്മുടെ നേപ്പാളിലെ മലയാളികൾ വന്ന വണ്ടിയാണ് കേട്ടോ ഇത്. ഇതാ മലയാളി ചേട്ടൻ ഇവിടെ ഉണ്ട്. പേരെങ്ങനെയാ? ഗോകുൽ. ഗോകുൽ തിരുവനന്തപുരത്ത് നിന്നാണ്. ചൈതന്യ ഫാമിലി ക്ലബ് അല്ലേ? അപ്പോൾ അവരെല്ലാവരും ഓരോരുത്തർ വരും കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നേപ്പാളിലെ അനുഭവം? നല്ല അനുഭവം. ഇഷ്ടപ്പെട്ടോ? അതെ. വീഡിയോ എടുക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലേ? ചിലർക്ക് ചമ്മലായിരിക്കും. അപ്പോൾ ഓരോരോ മലയാളികളും അപ്പോൾ വരും കേട്ടോ. നമ്മുടെ വില്ലേജിൽ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാണ് നേപ്പാളിലെ വാഹനം. ജോസഫ് സാർ. അപ്പോൾ ജോസഫ് സാർ ഈസ് ദ വൺ ഹൂ ഗൈഡഡ് ആൻഡ് ഹൂ ഹെൽപ്ഡ് ഓൾ ഓഫ് ദീസ് മലയാളീസ് ടു ട്രാവൽ all Nepal, not all Nepal, maybe Lumbini, Pokhara, Chitwan, Kathmandu, then Nepal typical village. Yes. So he was taking care of all of them. How was your experience with these Malayalis, sir? Yeah, they are a very good team. I like them very much, and I appreciate their, the way they treat me or the way they act. Behaved with you. Yes. Yeah, thank you, I'm Joseph, very sir. thankful to them. Yeah. So I am sure that many groups will approach you, many groups will call you, they will ask your assistance. Yes, Are you ready? Yes, I'm always ready. Joseph sir is ready they are to... always, whoever wants to come, I am always, me and Komisar are always ready to welcome. Of course, sir, surely. Thank you. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കും കേട്ടോ. മലയാളീസ് എല്ലാവരും വരുന്നുണ്ട്. ചിത്വാ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതാ വേറൊരു മലയാളി ചേട്ടനും കൂടെ വന്നു. പേരെന്നാ? അർജുൻ. വീട് കാഞ്ഞിരംകുളമാണോ? കാഞ്ഞിരംകുളമല്ല, കോളത്തിനകത്ത്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നേപ്പാൾ അനുഭവം? ചൂടിച്ചിരി കൂടുതല. ബാക്കി കുഴപ്പമില്ല. വണ്ടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വണ്ടി നല്ല കംഫർട്ടാണ്. ഇത്രയും ചിത്വാനിൽ ചൂട് കൂടുതലല്ലെങ്കിലും അതെ. ഈ കൊല്ലം തണുപ്പ് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു ശരിക്കും ഇവിടെ. പക്ഷെ കാലാവസ്ഥ ടോട്ടലി ചേഞ്ചാ. കാഠ്മണ്ഡു തണുപ്പായിരുന്നു അല്ലേ? ചന്ദ്രഗിരി ഒക്കെ പോയി അല്ലേ? നേപ്പാളിലെ ഓരോ ജില്ലയിലും ഓരോ കാലാവസ്ഥയാണ്. നമ്മുടെ വേറൊരു ചേട്ടനുണ്ട്. പേരെങ്ങനെയാട്ടാ? അനക്. എങ്ങനെയുണ്ടായിരുന്നു നേപ്പാള്? എല്ലാ മലയാളീസും കയറുന്നുണ്ട്. ഇവരൊരു ഫാമിലി ക്ലബ്ബാണ്. ഇവരുടെ ഓരോരുത്തരുടെ അനുഭവമൊക്കെ വില്ലേജിൽ പോയിട്ട് നാളെ ഇവർ തിരിച്ചു പോവുക നാട്ടിലേക്ക്. അയോധ്യ വഴി ഇവർ വന്ന് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലേ? ചമ്മലുണ്ട് പറയാൻ. അപ്പം നമ്മുടെ വേറൊരു ചേട്ടനുണ്ട്. പേരെങ്ങനെയാട്ടാ? അതുൽ. ഓക്കെ. നേപ്പാൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലേജിൽ പോയി തകർക്കാം. അല്ല, എല്ലാവരും തോർത്തെടുത്തില്ലേ കുളിക്കാൻ? മലയാളീസ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണേ. ഇതാണ് നമ്മുടെ ഇങ്ങോട്ടൊരു നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത്. എങ്ങനെയുണ്ടായിരുന്നു നേപ്പാൾ യാത്ര? വളരെ സന്തോഷകരമാണ്. വണ്ടി എങ്ങനെയുണ്ട്? ഒരു വണ്ടി നല്ലൊരു ഡ്രൈവറും കിട്ടിയാൽ തന്നെ ഉണ്ടല്ലോ ഒരു യാത്ര. ഓക്കെ. ഇത് നമ്മുടെ എങ്ങനെയുണ്ട് നേപ്പാൾ യാത്ര? അതെ, ചിത്താനിൽ ചൂട് കൂടുതലാണ്. ഓക്കെ അല്ലേ? വണ്ടി ഓക്കെ അല്ലേ? ആന സഫാരി ഇഷ്ടപ്പെട്ടോ? നാളെ ജീപ്പ് സഫാരിയിൽ നമ്മൾ ഇത്തിരി നേരത്തെ പോണേ, രാവിലെ പോകണം. ഇതിപ്പോൾ എന്നറിയോ, ഒരു 9-10 മണി കഴിയുമ്പോൾ ഈ മുതലകളും മറ്റു മൃഗങ്ങളെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങും. മുതലേ കണ്ടു അല്ലേ? ശരിക്കും ചൂടത്തു നിന്ന് ഈ മൃഗങ്ങളെല്ലാം ഓടി വെള്ളത്തിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ തണലത്ത് പോയി നിൽക്കും. വിന്ററിൽ എപ്പോൾ പോയാലും ഉണ്ടല്ലോ നല്ല രസം, മൊത്തം മൃഗങ്ങളായിരിക്കും. എങ്ങനെയുണ്ട് നേപ്പാള്? ആണോ? ഇഷ്ടപ്പെട്ടോ? ഇന്ന് വെള്ളത്തിൽ പോയി അവിടെ പുഴയിൽ പോയി കുളിക്കാം. അപ്പൊ ശരിയോ? എങ്ങനെയുണ്ട് നേപ്പാൾ യാത്ര? യൂട്യൂബിലിട്ടേക്കാട്ടോ, യൂട്യൂബിലിട്ടേക്കാം. വലുതാകുമ്പോഴും കണ്ടോ. എങ്ങനെയുണ്ട്? സബ് ടീക്ക് ബടിയ. പേരെങ്ങനെയാ? സുനിൽ. നേപ്പാൾ യാത്ര ഓക്കെ അല്ലേ? സൂപ്പർ. 2 വയസ്സായിരുന്നു കൊച്ചിന്റെ. വലുതാകുമ്പോ ഈ വീഡിയോ കാണിച്ചു കൊടുത്തേ കേട്ടോ. വലുതാകുമ്പോ ഈ വീഡിയോ കണ്ടോട്ടോ. നേപ്പാളിൽ ഇത്രയും ചെറുപ്പത്തിൽ വന്നത്. എങ്ങനെയുണ്ട് നേപ്പാൾ യാത്ര? അപ്പൊ എല്ലാവരും ഇങ്ങനെ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്.
37 പേരാട്ടെ വരും. ഒരു 2 വയസ്സായ ഒരു കൊച്ചുണ്ട്. AC ഓക്കെ അല്ലേ? ഇച്ചിരി കഴിഞ്ഞ് ശരിയാവുമായിരിക്കും അല്ലേ? വണ്ടി ചൂടായി കിടക്കുമല്ലായിരുന്നു? അതെ. വഴിയിലൊക്കെ യാത്രയിൽ ഓക്കെ അല്ലായിരുന്നോ? ഈ നേപ്പാളിലെ 3ആയിട്ട് തിരിച്ചേക്കുക. തെറായി, പഹാഡ്, ഹിമാൽ. അപ്പോൾ നമ്മൾ പോകുന്നിടത്ത് ഇച്ചിരി കൂടായിരിക്കും. ഇവിടെ പ്ലെയിൻ ഏരിയ അല്ലേ, അതുകൊണ്ട് ഇവിടെ ചൂട് കൂടുതലാണ്. കാഠ്മണ്ഡുവിൽ തണുപ്പല്ലേ, കുറച്ചിലൂടെ വ്യത്യാസമില്ലേ? ഇച്ചിരിയുടെ തണുപ്പ്. അന്നേരം തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ വിൻ്റർ ആയി കഴിയുമ്പോൾ കാഠ്മണ്ഡുവിൽ മുടിഞ്ഞ് തണുപ്പായിരിക്കും. ഇവിടെ ഇച്ചിരിയുടെ സുഖമായിരിക്കും. ചിത്തോനിലുണ്ടാവില്ല, കാഠ്മണ്ഡുവിലുണ്ടാവും. ചന്ദ്രഗിരി പോയില്ലേ നിങ്ങൾ, കേബിൾ കാർ? അവിടെയൊക്കെ സ്നോഫാൾ ഉണ്ടാവും. പിന്നെ മുക്തിനാഥ് സ്നോഫാൾ ഉണ്ടാവും. അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്, എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഏതാ വരേണ്ട സമയം? ശരിക്കും സെപ്റ്റംബർ പകുതി മുതലാണ്. പക്ഷെ ഈ കൊല്ലം കാലാവസ്ഥ ഇങ്ങനെയായിപ്പോയി. ഓക്കെ അല്ലേ? എല്ലാവരും കയറിയോ? ജോസഫ് സാർ നിങ്ങളാരെങ്കിലും വരാണ്ടെന്ന് അന്വേഷിച്ച് പോയതായിരിക്കും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ യാത്രക്കാര്. എങ്ങനെയുണ്ടായിരുന്നു നേപ്പാള്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. നമുക്ക് പിന്നെ കാലാവസ്ഥ ഇത്തിരി ഇപ്പോൾ ചൂടാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കി നമ്മൾ സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരമാണ്. നമ്മൾ പല സ്ഥലങ്ങൾ കണ്ടു. ലുംബിനി, ചിത്വാനിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ ഹിമാലയത്തിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ നേപ്പാളിൻ്റെ എയർപോർട്ടിൻ്റെ പേരുന്ന കാഠ്മണ്ഡുവിലെ എയർപോർട്ടിൻ്റെ പേരുന്ന ത്രിഭുവൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നമ്മൾ പിന്നെ എവറസ്റ്റ് കാണാൻ വേണ്ടി യാത്ര ചെയ്തു. ഇന്ന് പിന്നെ ആനസവാരി, ലേക്കിംഗ്, ഇനി ട്രക്കിംഗ് ഉണ്ട്, ലിപ്പ് സവാരി ബാക്കിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് കരുതുന്നു. മാഡം ഉണ്ട് കൂടെ. എങ്ങനെയുണ്ട് നേപ്പാൾ യാത്ര? ഇതാട്ടോ നമ്മുടെ കൂടെ യാത്ര ചെയ്തെല്ലാം മലയാളീസും. എങ്ങനെയുണ്ട് നേപ്പാൾ യാത്ര? നേപ്പാൾ യാത്ര ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. പിന്നെ ഏറ്റവും സുഖമായിട്ട് തോന്നുന്നത് ചന്ദ്രഗിരി, നമ്മുടെ കേബിൾ കാർ യാത്ര. ഏറ്റവും കാലാവസ്ഥ വളരെ അനുകൂലമായി. പക്ഷെ മറ്റൊരു പ്രശ്നം നമ്മുടെ ഭയങ്കര ചൂട്. പിന്നെ ആനസവാരി ഒരു പ്രത്യേക അനുഭവം. അതോടൊപ്പം നമ്മുടെ ആ ചെറുവള്ളത്തെ യാത്ര അത്യുഷ്ണ ചൂടായിരുന്നെങ്കിലും അതെല്ലാവരും ആസ്വദിച്ചു. ചീങ്കണ്ണിയുടെ ആക്രമണത്തെ എതിർത്തുകൊണ്ട് തടഞ്ഞു നിർത്തിക്കൊണ്ട് ധീരമായി ചൈതന്യയിലെ ധീരയോദ്ധാക്കൾ അതിനെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അവസാനം നമ്മൾ ഹിമാലയം താഴ്വരയിലേക്ക് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം നമ്മൾ തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര, അതും ഒരു പ്രത്യേക അനുഭവമായിരുന്നു. മൊത്തത്തിൽ എല്ലാ ദൃശ്യങ്ങളും നമ്മൾ കാണാൻ പോയ എല്ലാ സ്ഥലങ്ങളും വ്യത്യസ്തമായ അനുഭവം നമുക്കുണ്ടായി. അങ്ങനെ നേപ്പാൾ യാത്ര ജീവിതത്തിൽ നമ്മൾ എന്നും ഓർക്കുന്ന ഒരു സംഭവമായിരിക്കും. നമ്മുടെ മനസ്സിൽ നിന്ന് തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും. വീഡിയോയിൽ പറയാൻ ചമ്മലുണ്ടോ? ഇഷ്ടപ്പെട്ടു യാത്ര. ഉള്ളതുപോലെ പറഞ്ഞോട്ടോ, എന്നാലേ ഇനി വരുന്നവരും വിശ്വസിക്കുള്ളൂ. ദോഷവും ഗുണവും പറഞ്ഞു. കേറി വള്ളത്തിലും പൊതുവെ നല്ലതായിരുന്നു. പക്ഷേ ഹിമാലയത്തില് യാത്ര മാത്രം പോകാൻ പറ്റില്ല. മോളിൽ കയറി കാണാൻ പറ്റില്ല അല്ലേ? നേപ്പാൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പ്രധാനപ്പെട്ട എല്ലാ നേപ്പാളിൻ്റെ ഭാഗങ്ങളും ഏറ്റവും നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. സ്ട്രീറ്റുകളും പ്രത്യേകിച്ച് കടകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ വളരെ നീറ്റാണ്, ഒരു സ്ഥലം ഒഴിച്ച്. ബാക്കി മോശം എവിടെയായിരുന്നു? പശുപതിനാഥ ഭിക്ഷക്കാരും മറ്റേ പശുപതിനാഥ് മറ്റേ ബാബാജിമാരുള്ളത്. മറ്റേ ശവം തേപ്പിക്കുന്നിടത്ത്.
അവരിങ്ങനെ കഞ്ചാവൊക്കെ അടിച്ച് നോ ടെൻഷൻ ഫ്രീ. പൊതുവിൽ എനിക്ക് കുന്നുകളും താഴ്വാരങ്ങളും ശരിക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ചന്ദ്രഗിരി കുന്നിന് മുകളിൽ നിന്നുള്ള കാഴ്ച. പിന്നെ പൊതുവിൽ എല്ലായിടും നല്ല വൃത്തിയാണ്, വളരെ ശുചിത്വം പാലിക്കുന്നവരാണ്. പൊതുവിൽ ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ ഇഷ്ടമായി. ആനപ്പുറത്തെ സവാരി ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. ഇതാ നമ്മുടെ ടീം ക്യാപ്റ്റൻ ഇവരൊക്കെ കൂടിയാട്ടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ നേപ്പാൾ ട്രിപ്പ് അറേഞ്ച് ചെയ്ത്. ഇത് നമ്മളെ യാത്രയുടെ ഏറ്റവും ഇതിൻ്റെ ക്രമീകരണങ്ങൾ മുഴുവൻ ശ്രീ ബോബിയും അതോടൊപ്പം ഞങ്ങളോടൊപ്പം ജോസഫ് സാറും എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ യാത്രയ്ക്ക് നമുക്ക് നൽകിയൊരു കരുത്തും ഇതിൻ്റെ ബലവും. നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു വന്നതും അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നേപ്പാൾ ഇതിന് മുമ്പ് നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഒന്നിച്ച് ഞങ്ങൾ കുടുംബങ്ങൾ മാത്രമായിട്ടുണ്ട് യാത്ര. അതിന് ശരിക്ക് ബോബിയിലുള്ള ഒരു വിശ്വാസവും പിന്നെ ആ പ്രേരണയും ഒക്കെ ആ ഉപദേശങ്ങളുമാണ് നമുക്കിതിനുള്ള എല്ലാ സൗകര്യങ്ങളും കരുത്തും നൽകിയത്. എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായി ചെയ്തിരുന്നു. ഇതുവരെ വളരെ ഭംഗിയായി തന്നെ എല്ലാവരും ഇപ്പോൾ ആനസവാരിയും കനോയിങ് അടക്കം എല്ലാം നന്നായി നിർവഹിച്ച് ഇനിയിപ്പോൾ നമ്മൾ വില്ലേജിലേക്ക് പോവുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കും. അതെ, കൊള്ളായിരുന്നു യാത്ര. ഉള്ളതുപോലെ പറഞ്ഞോട്ടോ, എന്നെ ഒന്നും പൊക്കി പറയണ്ട. ഇനി വരുന്നവരെ യാത്ര കൊള്ളായിരുന്നു. ചൂട് കൂടുതല. ചിറ്റാനിലെ ചൂട് കൂടില്ല. ഇതാ ഏറ്റവും ഇളയൊരു കൊച്ചാട്ടോ. വലുതാകുമ്പോൾ വീഡിയോ കാണിച്ചു കൊടുത്തേ കേട്ടോ. കൊച്ച് വയസ്സായി കല്യാണം കഴിയുമ്പോൾ ഇതിന് കാണിച്ചു കൊടുത്തേ. ഞാൻ പണ്ട് നേപ്പാൾ പോയതാണ്. ഇതാ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ചമ്മലൊന്നും ഇല്ലല്ലേ വീഡിയോയിൽ വരുന്നതിന്? ഇഷ്ടപ്പെട്ടു? നല്ല യാത്രയായിരുന്നു. പറഞ്ഞ യൂട്യൂബിൽ കിടന്നോളും. ആനസവാരി പിന്നെ ഒക്കെ നല്ല യാത്രയായിരുന്നു. വനത്തിലൂടെയുള്ള ആനയുടെ പുറത്തിരുന്നുള്ള ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നന്നായിരുന്നു. നമ്മുടെ മാഡം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നേപ്പാൾ യാത്ര? ഉള്ളതുപോലെ പറഞ്ഞോട്ടോ. നല്ല യാത്രയായിരുന്നു. നല്ല യാത്രയായിരുന്നു. നേരത്തെ പറഞ്ഞാൽ ചൂടിൻ്റെ ഒരു പ്രശ്നം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൊള്ളായിരുന്നു യാത്ര. കാട്ടിലൂടെയുള്ള ആനസവാരി സൂപ്പറായിരുന്നു. നല്ല യാത്രയായിരുന്നു. പറഞ്ഞോ. സ്വപ്നസുന്ദരമായ ഒരു യാത്രയാണ് നമ്മൾ നടത്തി വരുന്നത്. അതിനുവേണ്ടി പ്രയത്നിച്ച പോലീസിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം ഇനി ഇതുപോലെയുള്ള വ്യത്യസ്ത കലർന്ന യാത്രകൾ പ്ലാൻ ചെയ്യാൻ നല്ല വിന്ററിൽ പോരെ, ഐസ് വീഴുന്ന സമയത്ത്. അതെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല രസകരമായൊരു യാത്രയായിരുന്നു. കുഴപ്പമില്ല, നല്ല കാലാവസ്ഥ, അറേഞ്ച്മെൻറ്റ്സ് എല്ലാം വളരെ ഭംഗിയായിരുന്നു. ഒരു സ്ഥലത്തും ടെൻഷനില്ലായിരുന്നു അല്ലേ? എന്തായിരുന്നു നമ്മളെ യാത്ര? വളരെ നല്ല യാത്രയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ കോർഡിനേഷൻ, വളരെ നല്ലൊരു കോർഡിനേഷനാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാപ്റ്റൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലായിടത്തും കോഴിനെ പോലെ. അതെ, പക്ഷെ അത് അന്നേരം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റി. വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത് നമ്മുടെ മജീഷ്യനാണ്, ചൈതന്യ ടിവിയുടെ മാനേജിങ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായരിൻ്റെ അടുത്തയാളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് നേപ്പാൾ വരുന്നത്. അവിസ്മരണീയം എന്ന് തന്നെ പറയണം. നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് നമുക്ക് തന്നത്. പ്രത്യേകിച്ച് മനാക്കാമന, അതുപോലെ തന്നെ കേബിൾ കാറിൽ സഞ്ചരിച്ചത്, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പശുപതിനാഥ ക്ഷേത്രത്തിലെ ഒരു ബോഡി സംസ്കരണം, ആ ചടങ്ങുകളൊക്കെ നേരിട്ട് കാണാൻ പറ്റും. അത് ഒരിക്കലും നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ തന്നെ ഉണ്ട്, മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഏറ്റവും അധികം ഇന്നത്തെ ആന സവാരി തന്നെയാണ്. കാട്ടിലൂടെ അത് ആന നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആനയ്ക്ക് ഇത് എങ്ങനെ ഈ ചെറിയ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്നു, ചെളികളിൽ കാല് പൊതഞ്ഞു പോകുന്നു, അവിടെ നിന്ന് പിന്നെ എടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. നമ്മളെ പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. പക്ഷേ വേറെ പേടിക്കേണ്ട കാര്യമില്ല. ഇത് ടൂറിസ്റ്റ് പ്ലേസാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ യാത്രകളിൽ പങ്കെടുക്കുന്നതിന് നമ്മൾ പേടിക്കേണ്ട. ഇപ്പം നമ്മുടെ കൂടെയുള്ള 76-77 വയസ്സുള്ള ആൾക്കാരൊക്കെ സൂപ്പറായിട്ട് ഈ ആനസവാരി നടത്തുകയുണ്ടായി. കയാക്കിങ്ങും അതുപോലെ തന്നെ നല്ല ഒരു അനുഭവം തന്നെയാണ് നമുക്ക് കാണുന്നത്. മാൻകൂട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റി. ഈ ആന സവാരിക്കിടയിൽ മാൻകൂട്ടങ്ങളെ കാണാൻ പറ്റിയത്. നാളെ ഇച്ചിരി നേരത്തെ പോണേ, തണുപ്പത്ത് പോകണം. അപ്പം മറ്റുള്ള റൈനോസിനെ കാണാൻ പറ്റും. നൂറുകണക്കിന് മാൻകൂട്ടങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നത് കണ്ടത് വേറൊരു അനുഭവം തന്നെയാണ്. എല്ലാം പൊതുവെ നല്ല അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്.
പ്രൗഡ്. ഒരു വട്ടം കൂടി നേപ്പാളിൻ മണ്ണിൽ സഞ്ചരിച്ചിടുവാൻ മോഹം. ഒരു വട്ടം കൂടിയ മൗണ്ടൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിടുവാൻ മോഹം. ഒരു വട്ടം കൂടിയ കേബിൾ കാറിൽ പാറി നടക്കുവാൻ മോഹം. ചേച്ചി സമ്മതിച്ചാലിങ്ങു പോലെ ചേച്ചിയെ പൊക്കിയാ നമ്മുടെ ചേച്ചി ഒരു ആ പൈസ ഒരു റൂം കടയിൽ പണി വന്നേരം വീട്ടിൽ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുവരെ പോയി ഇന്റർനാഷണൽ ട്രിപ്പിൽ എല്ലാത്തിലും ഏറ്റവും നല്ലത് സൂപ്പർ. നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു നേപ്പാൾ യാത്ര? നന്നായിട്ടുണ്ടായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്തു. എല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്ത് വില്ലേജിലേക്ക് പോകട്ടോ. പല സമയങ്ങളിൽ യാത്രകൾ നടത്തുമല്ലോ. നമ്മുടെ ഫാമിലി ക്ലബ്ബ് എല്ലാ വർഷവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ഇങ്ങനെ കുടുംബയാത്രകൾ നടത്തും. അപ്പോൾ ഈ വർഷം ഇങ്ങനെ ഒരു യാത്ര ഈ ഓണം വെക്കേഷൻ എങ്ങനെ നടത്തണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നേപ്പാളിൽ പോകുന്ന ഒരു നിർദ്ദേശം വരികയും നമ്മൾ അതിലേക്ക് ചാടി ഇറങ്ങാൻ കാരണം ഞങ്ങൾ തന്നെ 4 പേര് റോഡ് മാർഗം ഇവിടെ വന്നിരുന്നു. അത് ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീ ബോബി ആൻ്റണി, അദ്ദേഹം ശരിക്കും മട്ടപ്പാടിക്കാരനാണ്, പിന്നെ മൂവാറ്റുപുഴയ്ക്കടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹം നേപ്പാളിൽ ഒരു മലയാളി എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഇതിലൂടെ വളരെ പ്രസിദ്ധനാണ്. അപ്പോൾ മലയാളികളെ നേപ്പാൾ എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യം സന്ദർശിക്കുന്നതിനുള്ള വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. ഒരുപക്ഷെ നമ്മൾ യാത്ര നടത്തുന്നത് വളരെ വലിയ ഒരു ട്രാവൽ കമ്പനി നടത്തുന്ന പോലെയല്ല, നമ്മുടെ കുടുംബയാത്ര മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രീ ബോബിയുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം എല്ലാം നിശ്ചയിച്ചത്. പരമാവധി ഇതിനകത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പിന്നെ അവസരം കിട്ടുന്ന രീതിയിൽ ക്രമീകരിച്ചു. എല്ലാം ഇതുവരെ വളരെ ഭംഗിയായി നടന്നു. ഇതിപ്പോൾ നമ്മുടെ നേപ്പാളിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രാമമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്ത് വന്ന് വെറും ഒരു ടൂറിസ്റ്റുകളായി പോകുക മാത്രമല്ല, അവിടുത്തെ പിന്നെ ഗ്രാമീണരെ സന്ദർശിക്കുകയും അവരുടെ തന്നെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എന്തായാലും നമുക്ക് ഏറ്റവും അധികം നന്ദിയുള്ളത് ശ്രീ ബോബിയോടാണ്. ഈ പ്രോഗ്രാം മുഴുവൻ ഇങ്ങനെ നമുക്ക് ചാർട്ട് ചെയ്ത് തന്നത്, ഇവിടുത്തെ നമുക്കുള്ള താമസ സൗകര്യങ്ങൾ, നമ്മൾ വന്ന് ഇറങ്ങുന്നത് ഫ്ലൈറ്റിൽ വന്ന അയോധ്യയിൽ ഇറങ്ങിയത് മുതൽ തിരിച്ചിനി അയോധ്യയിൽ നിന്ന് ഫ്ലൈറ്റിൽ പോകുന്നവരെയുള്ള എല്ലാ വാഹനങ്ങളും, താമസ സൗകര്യങ്ങളും, ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം. കാരണം ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും എല്ലാ പിന്നെ റെസിഡൻസി ഹോട്ടലുകളിലും തന്നെ ഭക്ഷണ സൗകര്യം ഉള്ളതല്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും പിന്നെ ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാകാത്ത രീതിയിലുള്ള ഭക്ഷണം വേണം. അപ്പോൾ അതെല്ലാം തന്നെ നോക്കിയും കണ്ടും അറിഞ്ഞ് ഓരോന്നും ശ്രദ്ധിച്ചാണ് നമുക്ക് ക്രമീകരിച്ചത്. അപ്പോൾ ഇനിയും കേരളത്തിൽ നിന്ന് വളരെ സുരക്ഷിതമായി വന്ന് കണ്ടുപോകാൻ കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ് നേപ്പാൾ. നമുക്ക് പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, നമ്മുടെ ആധാർ കാർഡ് മാത്രം കയ്യിലുണ്ടായിരുന്നാൽ വളരെ ലളിതമായി ഇവിടെ വന്ന് പോകാം. അത് പിന്നെ വിമാനമാർഗമായാലും വരാം, റെയിൽ മാർഗമായാലും വരാം, നല്ല സൗകര്യങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ 25 വർഷത്തിന് മുമ്പും നേപ്പാൾ വന്നിരുന്നു. അന്ന് വരുന്നത് ട്രെയിൻ മാർഗമായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് നമ്മളിപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ചിത്വാൻ നാഷണൽ പാർക്കാണ്. അപൂർവങ്ങളായ നാഷണൽ പാർക്കുകൾ മാത്രമാണ് യുനെസ്കോയുടെ അംഗീകാരമുള്ളത്. അങ്ങനെയുള്ള ഒരു നാഷണൽ പാർക്കിലാണ് നമ്മൾ താമസിക്കുന്നതും ഇപ്പോൾ നമ്മൾ 2 ദിവസം അവിടെ ചെലവഴിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ശ്രീ ബോബിയോടും അതുപോലെ തന്നെ നമ്മളോടൊപ്പം വന്ന് നമുക്കൊരു താങ്ങായി തണലായി നമ്മളോടൊപ്പം നിൽക്കുന്ന ജോസഫ് സാറിനോടും ചൈതന്യ ഫാമിലി ക്ലബിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് അവസാനിക്കുമ്പോൾ ഇന്നത്തെ പിന്നെ ക്യാമ്പ് ഫയറും ഇന്ന് നമ്മൾ വൈകുന്നേരം ഇവിടുത്തെ ഒരു ഗ്രാമീണ നൃത്തമൊക്കെ നമ്മുടെ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ആസ്വദിക്കാൻ കഴിയും. ഇതെല്ലാ ക്രമീകരണങ്ങളും ശ്രീ ബോബി തന്നെയാണ് ചെയ്തത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ശ്രദ്ധിക്കാട്ടോ, ഞാൻ കാര്യം ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നെങ്കിലും ഞാനൊരു ടൂർ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഏജന്റോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം നേപ്പാളിൽ പോരെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. നിങ്ങൾ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നേപ്പാളിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ റൂട്ടിൽ പോവുക. എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക.
ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, കാരണം ഞാനൊരു ടൂർ ഓപ്പറേറ്റർ ആണോ അല്ലെങ്കിൽ ഹോട്ടൽ അറേഞ്ച് ചെയ്ത് കൊടുത്തൊരു കമ്മീഷൻ ഏജന്റ് ആണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ഒരിക്കലും ഇനി ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനി ഭാവിയിൽ എന്നെ ഒരു ടൂർ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസി ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. ഒരു ഫ്രണ്ടായിട്ട് തന്നെ കണക്ക് കൂട്ടുക. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇനി വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരിക. നാളെ എൻ്റെ വീട്ടിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഞാൻ ഈ നേപ്പാളിൽ തന്നെ ഉണ്ടാവും. ഐ വിൽ ബി ഹിയർ ടിൽ ഐ ഡൈ. ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് നേപ്പാൾ. അപ്പോൾ നമുക്ക് ഇത്ര നല്ലൊരു രാജ്യം നമുക്ക് നേപ്പാളിൽ, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട്, ഞാൻ കുറേ രാജ്യമൊക്കെ പോയായിരുന്നു, പക്ഷേ എൻ്റെ അനുഭവത്തിൽ നേപ്പാൾ തന്നെ എനിക്ക് നല്ലത് ഇഷ്ടപ്പെട്ടെ. അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും വരണമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞാനിവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശിവകുമാർ സാറും പിന്നെ വേറെ 2 നേരം എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. എനിക്ക് നാട്ടിൽ അതെ പേരെങ്ങനെയാ? അനിൽകുമാർ സാറ്, പിന്നെ വേറെ 2 പേരും. അപ്പൊ അന്ന് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അറിയാം, എനിക്കൊരു ചെറിയ വീടും 2 ഭാര്യ 2 മക്കളും ഒരേ ഒരു ഭാര്യ. അപ്പൊ ഞാനൊരു 39 വയസ്സായപ്പോഴാണ് കല്യാണം കഴിച്ചത്. അപ്പൊ എനിക്ക് ഒരേ ഒരു ഭാര്യ 2 മക്കളും ഉള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. നേപ്പാളിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. ഐ വിൽ ബി അവൈലബിൾ 24/7. പറഞ്ഞുതരാവേ. നേപ്പാളിനെ 3ആയിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. ഒന്ന് തെറായി, പിടിച്ചോ. അപ്പൊ ഒന്ന് തെറായി, 2 പഹാഡ്, 3 ഹിമാലയം. ഈ തെറായിലാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്നത് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഏരിയ. അതുകൊണ്ടാണ് ഇവിടെ ചൂട് കൂടുതൽ, ഏറ്റവും ലോയ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഹാഡ്, പർവ്വത മറ്റേ കുന്നുകള്. പിന്നെ ഹിമാലയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്, മറ്റേ എവറസ്റ്റ് ബേസ് ക്യാമ്പ്, മനാങ്, മുസ്താങ് ഒക്കെ ഉള്ളത്, മുക്തിനാഥൊക്കെ ഉള്ളത്. അവിടെ എല്ലാം എപ്പോഴും ഐസായിരിക്കും. അവിടെ ജനവാസം കുറവായിരിക്കും. ഷെർപ്പകളാണ് അവിടെ കൂടുതലും ജീവിക്കുള്ളൂ. കാരണം നമ്മളെ പോലുള്ളവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ നേപ്പാൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: തെറായി, പഹാഡ്, ഹിമാൽ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ നേപ്പാളിന്റെ ഈ ഭൂപ്രകൃതി. പിന്നെ ഇവിടുത്തെ റോഡൊക്കെ എപ്പോഴും മോശമായിരിക്കും. അത് ഉടനെ അങ്ങ് നേരെയാവില്ല. ഞാനൊക്കെ വന്നേ അന്ന് പോലും ഇങ്ങനെ തന്നെ. കാരണം ഇവർക്ക് ഈ ലാൻഡ് സ്ലൈഡ് എപ്പോഴും ഉണ്ടാവും. ഒരു കൊല്ലം നന്നാക്കും, അടുത്ത കൊല്ലം പോകും, പിന്നെ ഒരു കൊല്ലം നന്നാക്കും. അപകടങ്ങളൊക്കെ ഇഷ്ടം പോലെ സംഭവിക്കും. വെള്ളപ്പൊക്കം, ഭൂകമ്പം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ നല്ല മെന്റലി ഫിസിക്കലി ഹെൽത്താണ്. അതുകൊണ്ട് പിന്നെ അവർക്ക് ഒരു വലിയ വിഷയമുള്ള കേസൊന്നുമില്ല. പിന്നെ എന്നാ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് താങ്കൾക്കുണ്ടോ? ഇല്ല, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ കിട്ടും. പക്ഷെ എനിക്ക് അതിന് ആവശ്യം ഉണ്ടായിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വലിയ പ്രയോജനമല്ലോ. ഇവിടെ നേപ്പാളികൾക്ക് പെട്ടെന്ന് ഓസ്ട്രേലിയക്ക് വിസ കിട്ടുമേ. കാരണം ഈ രാജ്യം നോൺ എക്സ്പ്ലോസീവാണ്. എനിക്ക് 3 സ്കൂൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം 30 മലയാളീസ് ഉണ്ടായിരുന്നു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. അതിനകത്ത് കുറേ പേര് UK പോയി, കുറേ പേര് കാനഡ പോയി, കുറേ പേര് ജർമ്മനി പോയി. എല്ലാവരും ഇവിടെ നിന്ന് തന്നെ കയറി പോയത്. ഇവിടെ നിന്ന് പെട്ടെന്ന് കയറി പോകാം. കാരണം IELTS ഒക്കെ പഠിച്ച് കിട്ടാൻ എളുപ്പമാണ്. സിറ്റിസൺഷിപ്പിന്റെ ഒരു ആവശ്യമായിട്ട് തോന്നിയില്ല. കാരണം നേപ്പാൾ, ഇന്ത്യ ഒരേപോലെ തന്നെയല്ലേ. അതുകൊണ്ട് പിന്നെ എനിക്കൊരു ആവശ്യമായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ എടുക്കണമില്ല. നമുക്കും എപ്പോഴാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇവിടെ ഒരു 15 വർഷത്തിന് മേളിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് അങ്ങനെ താമസിക്കുന്നതിന് തടസ്സമല്ല. വന്ന് താമസിക്കുന്നതിന് ഒരു തടസ്സമില്ല. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്ക് അക്കൗണ്ട് ഒക്കെ കിട്ടുന്ന ഇന്ത്യൻ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു കാർഡ് കിട്ടും. ആ കാർഡ് 1 വർഷം കഴിഞ്ഞ് നമുക്ക് ഇവിടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടുന്ന് ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിനൊക്കെ പോയത്. കാരണം ഇവിടുത്തെ എംബസിയിൽ തിരക്കുണ്ടാവില്ല അപ്പോയിന്റ്മെന്റിന്. നമ്മുടെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ ഈ വിസ കിട്ടാൻ. ഇതൊക്കെ ഇവിടെ അങ്ങനെ ഒരു വിഷയം. 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. റെസിഡൻഷ്യൽ സ്കൂളാണോ? എന്താ റെസിഡൻഷ്യൽ സ്കൂളാണോ? റെസിഡൻഷ്യൽ സ്കൂളായിരുന്നു. ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ള സ്കൂളായിരുന്നു. 3 വലിയ സ്കൂളായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ആളുകൾ പാർക്കൊക്കെ ഉണ്ടാക്കി തന്ന അതൊക്കെ ആ പരിസരത്തുണ്ട്. പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പോയി. പിന്നെ ഞാനത് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഉള്ളൊരു 65 പിള്ളേരുടെ ഒരു ഹോസ്റ്റലുണ്ട്. അതിന് നമ്മൾ ചെറുതായിട്ട് സഹായിക്കുന്നുണ്ട്. ഗവൺമെന്റ് സഹായമില്ല. നേപ്പാളിലെ ഫോറിൻ സംഘടനകൾക്ക് NGO ആയിട്ട് ടൈപ്പ് ആയിട്ട് ഫണ്ട് ഇറക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല നമ്മുടെ നാട്ടിലെ പോലെ. പക്ഷെ ഇവിടെ ചെയ്യാൻ ഭയങ്കര പാടാണ്. വിശ്വസ്തനായ ആൾക്കാരുണ്ടെങ്കിൽ NGOs എത്ര വേണമെങ്കിലും ഫണ്ട് ഇറക്കും. എന്നോടിപ്പോൾ ഇവര് ഫണ്ട് തരാൻ തയ്യാറാണ്, ചെയ്തോളാൻ പറഞ്ഞിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് കുറച്ച് മലയാളീസ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പാടാം. പക്ഷെ നാട്ടിൽ ചെന്ന് നോക്കി കഴിയുമ്പോൾ നല്ല മലയാളീസ് പിള്ളേരൊന്നുമില്ല. ഒക്കെ വീട്ടിൽ അപ്പനും അമ്മയേ ഉള്ളൂ. പിള്ളേരെല്ലാം പോയി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഹിന്ദുസാണ് കൂടുതൽ. ക്രിസ്ത്യാനികൾ 0.1% ഉള്ളൂ. മുസ്ലിംസും അത്ര തന്നെ ഉള്ളൂ. ബുദ്ധിസ്റ്റുകളാണ് കൂടുതൽ. ലാമാസ് എന്ന് പറയും. പിന്നെ മദ്യം എവിടെയും കിട്ടുന്നുണ്ടല്ലോ. 2.25 കോടി ജനങ്ങളുള്ളൂ നേപ്പാളില്. 2011 സെൻസസ് പ്രകാരം 2.75 മില്യൺ. ഇപ്പൊ എല്ലാവരും വിദേശത്ത് പോയി. ഇവർക്ക് പെട്ടെന്ന് ഓസ്ട്രേലിയക്ക് വിസ കിട്ടും. കാരണം ഈ നോൺ എക്സ്പ്ലോസീവ് കൺട്രി ആയതുകൊണ്ട് ഇവർക്ക് വിസയ്ക്ക് യാതൊരു തടസ്സമില്ല.
ഇപ്പൊ ആരും ഇപ്പൊ ഇവർക്ക് കാലാവസ്ഥ പിടിക്കില്ല, അതുകൊണ്ട് അവര് ഈ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബീഹാർ, കൽക്കട്ട, സിക്കിം, ഡാർജിലിംഗ്